അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. പണ്ട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച വൈലോപ്പിള്ളിയുടെ പദ്യം, ആ പദ്യത്തിൽ ഉള്ള ആ കഥ ടീച്ചർ പറഞ്ഞു തന്നത് ഓർക്കുകയാണ്. ഒരമ്മയുടെ തൻ്റെ കുഞ്ഞിനോടുള്ള വാത്സല്യത്തിൻ്റെ കഥ, കുഞ്ഞു മരണപ്പെട്ടു പോയതിൻ്റെ വിരഹ ദുഃഖത്തിൽ കഴിയുന്ന ഒരമ്മയുടെ കരുണയുടെ ആ ഒരു കഥ പറഞ്ഞപ്പോൾ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന മുഴുവൻ കുട്ടികളുടെയും കണ്ണു നിറഞ്ഞത് ഓർത്തു പോവുകയാണ്. അതൊക്കെ പഴയ അമ്മമാരുടെ കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ന്യൂ ജനറേഷൻ അമ്മമാരുടെ ക്രൂരകൃത്യങ്ങളാൽ പത്രമാധ്യമങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വാർത്ത. ഒരുമ്മ തൻ്റെ 3 ദിവസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ അർദ്ധരാത്രിയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി. ആ കുഞ്ഞിൻ്റെ മൃതദേഹം പറമ്പിൽ കുഴിച്ചിട്ടു. അല്പമെങ്കിലും ദയയുള്ള ഒരു മാതാവിനും ചെയ്യാൻ പറ്റാത്ത ക്രൂരമായ പ്രവർത്തനം. എന്തായിരുന്നു അവർ അത് ചെയ്യാനുള്ള കാരണം? മാസങ്ങളായി ഭർത്താവിൽ നിന്നും അകന്നു താമസിച്ച അവർക്ക് അവിഹിതത്തിലുണ്ടായ ആ കുഞ്ഞ് സമൂഹത്തിൽ അവർക്ക് നാണക്കേടായിത്തീരും എന്ന് മനസ്സിലാക്കി ചെയ്ത പണിയാണ്. ഇന്ന് അതിനേക്കാളും വലിയ നാണക്കേടായി തീർന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുഞ്ഞുമക്കളെ കൊല്ലുന്ന വാർത്തകൾ ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഈ അടുത്ത് കേരളത്തിൽ വന്ന് മാസങ്ങളായി താമസിച്ച ഒരു ദമ്പതിമാരുടെ കഥ പത്രത്തിൽ കാണാനിടയായി. അവർ മാസങ്ങളായി ഇവിടെ വന്ന് ജീവിക്കുന്ന അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്നു അവരെ കാണാനിടയായി. അപ്പോഴാണ് കഥയുടെ ചുരുളഴിയുന്നത്. ആ സ്ത്രീ അവരുടെ കാമുകനുമായി ഒളിച്ചോടി വരുന്ന സമയത്ത് അവർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ കുട്ടിയെ കാണാനില്ല. അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ആ സ്ത്രീ കാമുകനുമായുള്ള ജീവിതത്തിന് ആ കുഞ്ഞൊരു തടസ്സമാകുമെന്ന് കണ്ട് അവർ രണ്ടുപേരും കൂടി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഓടയിൽ ഒഴുക്കി കളഞ്ഞു. അതുപോലെ എറണാകുളം കറുകപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഒരമ്മയും അമ്മയുടെ കാമുകനും ചേർന്ന് 1.25 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത. അമ്മയുടെ അനുമതിയോടുകൂടി കാമുകൻ തൻ്റെ മുട്ടുകാലുകൊണ്ട് 1.25 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞിൻ്റെ തലയിലിടിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുഞ്ഞ് ഈ ഇടിയുടെ ആഘാതത്തിൽ ആ കുഞ്ഞിൻ്റെ തലയൊട്ടി പൊട്ടിയാണ് മരണപ്പെടുന്നത്. എത്രമാത്രം ക്രൂരമായ കൊലപാതകങ്ങൾ! ഒരുപക്ഷെ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന സമയങ്ങളിൽ ആ അമ്മ ആ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്താൻ പോകുന്ന സമയത്ത് പോലും ആ അമ്മയുടെ മുഖത്ത് നോക്കി കുഞ്ഞ് നിഷ്കളങ്കമായി ചിരിച്ചിട്ടുണ്ടാകും. ആ മുട്ടുകാലുകൊണ്ട് ആ കുഞ്ഞിനെ ഇടിക്കാൻ പോകുന്ന സമയത്തും ആ കാലിൽ സ്നേഹത്തോടെ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരുപക്ഷെ തലോടിയിട്ടുണ്ടാകും. പക്ഷേ ആ മക്കളുടെ നിഷ്കളങ്കമായ മുഖമോ ഒന്നും തന്നെ ഈ ക്രൂരന്മാരുടെയും ഇവരുടെയൊന്നും മനസ്സിൽ ഒരു ദയയും ഇട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എത്രമാത്രം ക്രൂരമായ പ്രവർത്തനങ്ങളാണ്! നാം ഒക്കെ ആഗ്രഹിക്കുന്നത് ഇവർക്ക് പരമാവധി ശിക്ഷ നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് ലഭിക്കണം എന്നാണ്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ വധശിക്ഷ ലഭിക്കണമെങ്കിൽ കേസ് അപൂർവങ്ങളായി തീരണം. പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് വേണ്ടി വാദിക്കാൻ കോടതികളിൽ വലിയ കൊടിവെച്ച വക്കീലന്മാരുണ്ടാകും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ നിയമത്തിൻ്റെ വ്യവസ്ഥകളിൽ നിന്നും ഊരിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവർക്ക് അള്ളാഹുവിൽ, ദൈവത്തിൽ യാതൊരു ഭയവുമില്ല എന്നതാണ് ഇവർ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം സ്വാർത്ഥത, സ്വന്തം സന്തോഷം, സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇവർ ചിന്തിക്കുന്നില്ല.
നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആര് നിങ്ങളെ കാണുന്നില്ല എങ്കിലും നിങ്ങളെ നിരീക്ഷിക്കുന്നവൻ, ആ അള്ളാഹുവിൻ്റെ നിരീക്ഷണം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകും. ഒരു ഉറുമ്പിൻ്റെ കാലിൻ്റെ ചലനം പോലും അവൻ നിരീക്ഷിക്കുന്നവനാണ്. അവൻ്റെ കോടതിയിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലും ഉണ്ടാവുകയില്ല. ആ കോടതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.